Hello everyone. Good morning all. Good morning. Morning, ma'am. Good morning, good morning. നമ്മളുടെ ഇന്നത്തെ മോർണിംഗ് സർക്കിളിന്റെ 89ാമത്തെ ദിവസമാണ്. അപ്പോൾ ഒരുപാട് പേര് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, നമ്മൾ തുടക്കത്തില് ഒരു 5ൽ താഴേക്കാണ് നമ്പർ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഒരുപാട് പേര് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ട്, സ്ഥിരമായിട്ട് ഒരുപാട് പേര് കയറുന്നുണ്ട്. ഞാൻ അത് സ്ക്രോൾ ചെയ്തൊക്കെ നോക്കാറുണ്ട്, ആരൊക്കെയാണ് ജോയിൻ ചെയ്തേക്കണം എന്നൊക്കെ. അപ്പൊ ഭയങ്കര സന്തോഷമാണ് കാണുമ്പോൾ. സ്ഥിരമായിട്ടൊക്കെ ഒരുപാട് പേര് കയറുമ്പോൾ നമുക്കൊരു ഫാമിലി ആയിട്ടാണ് ഇത് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എല്ലാ ദിവസവും നിങ്ങളിങ്ങനെ കാണുമ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവണത്. എന്തായാലും എല്ലാവർക്കും ഞാനെന്റെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് തന്ന വിംബിൾ അക്കാദമി ഫൈസൽ സാറിനും എല്ലാ ട്രെയിനേഴ്സിനും ഞാൻ എന്റെ നന്ദി അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഡീപ്പ് വർക്കാണ്. ഡീപ്പ് വർക്ക് എന്ന് പറയുന്നത് ഒരു പുസ്തകമുണ്ട്. ഡീപ്പ് വർക്ക് എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട്. കാൾ ന്യൂപോർട്ട് എഴുതിയിട്ടുള്ള ഒരു വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ബുക്കാണത്. ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് കാൾ ന്യൂപോർട്ട് എഴുതിയിട്ടുള്ള ഡീപ്പ് വർക്ക് എന്ന് പറയുന്നത്. ആ ഒരു ഡീപ്പ് വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകത്തിലെ കുറച്ച് കാര്യങ്ങളാണ്, മെയിൻ പോയിന്റ്സുകളാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബുക്ക് വായിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. ആരെങ്കിലും ഈ ഡീപ്പ് വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് വായിച്ചിട്ടുണ്ടോ? കാൾ ന്യൂപോർട്ട് എഴുതിയ? ഇല്ല മാഡം, ഇല്ല. ഓക്കെ. അപ്പോ എന്താണ് ഈ ഡീപ്പ് വർക്ക് എന്ന് ആദ്യം പറയാം. ഈ ഒരു ഡീപ്പ് വർക്കിന്റെ ഒരു ഡെഫിനേഷൻ കാൾ ന്യൂപോർട്ട് അതിൽ പറയുന്നുണ്ട്. അതായത് എന്താണ് ഡീപ്പ് വർക്ക്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഡീപ്പ് വർക്ക് എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഒരു ദിവസം ഫുള്ള് ഇരുന്ന് വർക്ക് ചെയ്യുന്നതാണോ? എന്താണ് ഡീപ്പ് വർക്ക് എന്ന് പറയുന്നത്? ആർക്കെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ? എന്താണ് ഡീപ്പ് വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്ന വർക്ക് ആണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ അല്ല സർ, അല്ല. ഡീപ്പ് വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിന് പൂർണ്ണമായിട്ട്, നമ്മുടെ ബ്രെയിനിനെ പൂർണ്ണമായിട്ടുള്ള ഏകാഗ്രതയോടെ യാതൊരുവിധ ശ്രദ്ധയും പതരാതെ, യാതൊരുവിധ ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ നമ്മള് ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ജോലിയിൽ മുഴുകുന്ന ഒരു അവസ്ഥയ്ക്കാണ് ഡീപ്പ് വർക്ക് എന്ന് പറയുന്നത്. കാൾ ന്യൂപോർട്ട് അതിന്റെ ഡെഫിനിഷൻ അതിൽ പറയുന്നത് ഇതാണ്: നമ്മുടെ ബ്രെയിനിനെ പൂർണ്ണമായിട്ടും ഏകാഗ്രതയോടുകൂടി യാതൊരുവിധ ശ്രദ്ധയും പതരാതെ, ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാതെ ഒരു ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും ഒരു ടാസ്ക്, നമ്മുടെ കരിയറിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ജോലിയിൽ മുഴുകാൻ കഴിയുന്ന ഒരു അവസ്ഥയ്ക്കാണ് ഡീപ്പ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അയാൾ ഒരു കോഡ് എഴുതുന്ന സമയത്ത് അതില് പൂർണ്ണമായിട്ടും ഫോക്കസ്ഡ് ആയിട്ട്, കംപ്ലീറ്റ്ലി 100% അതിൽ ഫോക്കസ്ഡ് ആയിട്ട് ആ ഒരു കോഡ്, ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ ഒരു കോഡ് എഴുതണമെങ്കിൽ നല്ലൊരു പ്രോഗ്രാമിംഗ് തന്നെ അയാൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അതുപോലെ ഒരു എഴുത്തുകാരൻ എന്ന് പറയുമ്പോഴും അയാൾക്ക് ഒരുപാട് ഗവേഷണങ്ങൾ വേണം, അതുപോലെ ചിന്താശക്തി വേണം, വാക്കുകൾ വേണം. അപ്പോഴാണ് നന്നായിട്ട് എഴുതാൻ കഴിയുക അല്ലെ. അപ്പൊ അത് കംപ്ലീറ്റ്ലി അതിൽ നമ്മുടെ ബ്രെയിനിനെ ആ ഒരു ഇതിൽ വേറെ ശ്രദ്ധ ഒന്നും പതരാതെ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ആ എഴുത്തുകാരനക്ക് നല്ലൊരു മികച്ച എഴുത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ഒരു വിദ്യാർത്ഥി, പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പുതിയൊരു സ്കില്ല്, ഒരു ന്യൂ സ്കില്ല് പഠിക്കുന്ന ആള് ആ ഒരു സ്കില്ല് പഠിക്കുന്നതിൽ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആവുമ്പോൾ ആ ഒരു സ്കില്ല്, അല്ലെങ്കിൽ ആ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് അത് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അതുപോലെ ഇനി ഒരു സംരംഭകനായിക്കോട്ടെ, നല്ലൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നല്ലൊരു ആശയം കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഒരു പ്രൊഫഷണൽ ആയിക്കോട്ടെ, നല്ലൊരു കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവരാൻ പറ്റും. കലാകാരന്മാർക്ക് ഡീപ്പ് വർക്ക് ചെയ്യുന്നതിലൂടെ നല്ലൊരു കലാരൂപങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാനും പറ്റും അല്ലെ. അപ്പൊ ഡീപ്പ് വർക്ക് എന്ന് പറയുന്നത് നമുക്ക് തരുന്നത് ഹൈ ക്വാളിറ്റി ഔട്ട്പുട്ട് ആണ്. ഇനി ഇതാണ് ഡീപ്പ് വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരുപാട് നേരം ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ
ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതോ അല്ല ഡീപ്പ് വർക്ക്. കംപ്ലീറ്റ്ലി നമ്മൾ ആ ഒരു ടാസ്കിൽ നമ്മൾക്ക് ബാക്കി നമ്മൾക്ക് എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസ് നമ്മുടെ ചുറ്റുപാടിൽ നിന്നുണ്ടോ അതൊന്നും ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക്, അതാണ് ഡീപ്പ് വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കാലിന് ഒപ്പോട്ട് ഇതിൽ ഡീപ്പ് വർക്കിന് ഓപ്പോസിറ്റ് ആയിട്ടൊരു വർക്ക് പറയുന്നുണ്ട്, അത് ഷാലോ വർക്ക് എന്നാണ് പറയുന്നത്. ഷാലോ വർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുക, വാട്സപ്പ് നോക്കുക, വാട്സപ്പ് സ്റ്റാറ്റസുകൾ നോക്കുക, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം റിപ്ലൈ കൊടുക്കുക, ഇമെയിൽ ചെക്ക് ചെയ്യുക, അതിന് റിപ്ലൈ കൊടുക്കുക. അതുകൂടാതെ ചെറിയ ജോലികളൊക്കെ ചെയ്യുക, അതായത് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ജോലികൾ, നമ്മൾക്ക് അത്ര വല്ലാണ്ട് മെന്റൽ ചലഞ്ച് കുറവുള്ള ജോലികൾ, അതായത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ജോലികൾക്കൊക്കെ മെന്റൽ ചലഞ്ച് കുറവായിരിക്കും അല്ലെ. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഹൗസ് ഹോൾഡ് വർക്കുകൾ അല്ലെങ്കിൽ ലോ വാല്യൂ ടാസ്കുകൾ, ഇതൊക്കെ എന്താണ് ഷാലോ വർക്കിൽ പെടുന്നതാണ്. അതായത് നമ്മൾ സോഷ്യൽ മീഡിയ, വാട്സപ്പ്, ഫേസ്ബുക്ക് ഒക്കെ നോക്കുക, ഇടക്കിടക്ക് നോക്കുക അല്ലെ, നമ്മൾ ഇമെയിൽ ചെക്ക് ചെയ്യുക, റിപ്ലൈകൾ കൊടുക്കുക, ഗ്രൂപ്പുകൾ നോക്കിക്കൊണ്ടിരിക്കുക, വാട്സപ്പിൽ ചെറിയ ജോലികൾ ചെയ്യുക, എളുപ്പത്തിൽ ചെയ്യാവുന്ന മെന്റൽ ചലഞ്ച് കുറവുള്ള ജോലികൾ, അതൊക്കെ ഡീപ്പ് വർക്കിൽ, ലോ വാല്യൂ ടാസ്കുകളൊക്കെ ഷാലോ വർക്കിലാണ് വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മളൊരു ഡീപ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അറ്റൻഷൻ സ്പ്ലിറ്റ് ആയി പോയിട്ടുണ്ടെങ്കിലും ആ ഒരു വർക്ക് പിന്നെ നമുക്ക് ഷാലോ വർക്കാണെന്ന് പറയേണ്ടി വരും. അപ്പൊ എല്ലാ ഡീപ്പ് വർക്കുകളും അറ്റൻഷൻ സ്പ്ലിറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഷാലോ വർക്കായിട്ട് മാറും, നമ്മളുടെ പ്രൊഡക്ടിവിറ്റി കുറയുകയും ചെയ്യും. അപ്പൊ ഓദർ ഇതിൽ പറയണത് വെച്ച് കഴിഞ്ഞാല് വരാനിരിക്കുന്ന ഒരു ടഫസ്റ്റ് എക്കണോമിയിൽ 3 ടൈപ്പ് ആളുകൾക്കാണ് സർവൈവ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നുള്ളൂ എന്നാണ്. ആ ഒരു 3 ടൈപ്പ് ആളുകൾ എന്ന് പറയുന്നത്, ഇപ്പോ ഒരുപാട് ക്യാപിറ്റൽ ഉള്ള ആളുകൾ, അതായത് ഒരുപാട് ഫണ്ടുകളൊക്കെ കമ്പനീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കഴിവുള്ള ആളുകൾ, അതുപോലെ തന്നെ പോലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അങ്ങനെയുള്ള മെഷീൻ ടൂളുകളിലൊക്കെ നല്ല കഴിവുകളുള്ളവര്, ടെക്നോളജിയിൽ, ലേറ്റസ്റ്റ് ടെക്നോളജിയിലൊക്കെ നല്ല കഴിവുകളുള്ളവര്. അതുപോലെ തന്നെ 3ാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അവരവരുടെ ഫീൽഡിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ. ഈ ഒരു 3 ടൈപ്പ് ആളുകൾക്കാണ് ഇനി വരാനിരിക്കുന്ന ടഫസ്റ്റ് എക്കണോമിയിൽ അത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നാണ് ഓതർ പറയുന്നത്. അപ്പൊ ഇതില് ഒരുപാട് ക്യാപിറ്റൽ ഇപ്പൊ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അതുപോലെ AI പോലുള്ള ലേറ്റസ്റ്റ് ടെക്നോളജിയിലൊക്കെ എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണമെന്നില്ല. പക്ഷെ നമുക്ക് 3ാമത്തെ വിഭാഗം എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് അല്ലെ. നമ്മൾ അവരവരുടെ ഫീൽഡിൽ എക്സ്പെർട്ട് ആവുക, അവരവരുടെ ഫീൽഡിൽ ഏരിയയിൽ എക്സ്പെർട്ട് ആയിക്കാണുള്ളത് ഒരുവിധം എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അല്ലെ. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡീപ്പ് വർക്ക് ചെയ്യണം. ഭയങ്കര ഒരു കോമ്പറ്റീഷൻ ആണ് വരാൻ പോകുന്നത്. അപ്പോ ഡീപ്പ് വർക്ക് നമ്മൾക്ക് ആ ഒരു കഴിവ്, ഡീപ്പ് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം. പക്ഷെ നമ്മളെല്ലാവരും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ഡിസ്ട്രാക്റ്റഡ് ആണ് അല്ലെ. നമുക്ക് ഏറ്റവും വലിയൊരു ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയ തന്നെയാണ്. ഇടക്കിടക്ക് നമ്മൾ മൊബൈൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. മൊബൈൽ ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇപ്പൊ വേറെ അഡിക്ഷൻ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. ഇപ്പൊ വേറെ എന്തെങ്കിലും ആൽക്കഹോൾ അല്ലെങ്കിൽ സ്മോക്കിംഗ് അഡിക്ഷൻ എന്ന് നമ്മൾ പറയുന്നത് പോലെ ഇത് പക്ഷെ ഒരു സോഷ്യലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം കാരണം കൊണ്ട് നമ്മൾ അഡിക്ഷൻ ആയിട്ട് അത് കൂട്ടണില്ല. പക്ഷെ നമ്മൾ ഒരുപാട് ടൈം അതിൽ അനാവശ്യമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ റീൽസ് കാണാനും മറ്റുള്ളവരുടെ സ്റ്റാറ്റസും സ്റ്റോറീസും ഒരുപാട് ന്യൂസ് ചാനൽസും ഒക്കെ വാച്ച് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഡീപ്പ് വർക്കിന് ഏറ്റവും ഡീപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഏറ്റവും തടസ്സമായിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോട്ടെ ഈ ബുക്കിൽ പറയുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ്. അതായത് ഡിജിറ്റൽ റെവല്യൂഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പോ അതായത് ഇവിടെ ഒരു അറ്റൻഷൻ എക്കണോമിയാണ് ഇപ്പോൾ ഉള്ളത്. എന്താണ് ഈ അറ്റൻഷൻ എക്കണോമി എന്ന് പറയുന്നത്? നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത് ഭയങ്കര ഒരു വിലപിടിപ്പുള്ള ഒരു വസ്തുവായി മാറിയിരിക്കണം അല്ലെ. ബാക്കിയുള്ള കമ്പനീസ് ഒക്കെ എന്താണ് നമ്മളുടെ ശ്രദ്ധേനെയാണ് എന്ത് ചെയ്യുന്നത്, മോഷ്ടിച്ച് കൊണ്ടുപോകണത് അല്ലെ. അപ്പൊ നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത് സാധനം ഭയങ്കര ഒരു വിലപിടി, അതാണ് അറ്റൻഷൻ എക്കണോമിയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മുടെ ശ്രദ്ധയാണ് ഭയങ്കര വിലപിടിപ്പുള്ള ഒരു വസ്തുവായി മാറിയിരിക്കുന്നത്. ഇപ്പൊ ഫേസ്ബുക്ക്, അതുപോലുള്ള ന്യൂസ് ചാനലുകൾ, ആപ്പുകൾ, ഇൻസ്റ്റാഗ്രാം, എല്ലാ ആപ്പുകളും എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മളൊക്കെ അവരുടെ കൺസ്യൂമർ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മള് എന്താണ് നമ്മുടെ ലൈഫിന്റെ ഒരുവിധം ഭാഗം നമ്മളുടെ ഫോക്കസ് എന്താണ് നമ്മളുടെ അനാവശ്യമായിട്ടുള്ള സോഷ്യൽ മീഡിയയിലത്തെ ആപ്പുകളിലും ഇതുകളിലൊക്കെ നമ്മളുടെ ലൈഫിന്റെ ഒരു ഭാഗം സ്പെൻഡായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതില് ഈ ഒരു ബുക്കില് കാൾ ന്യൂപോർട്ട് അറ്റൻഷൻ റെസിഡ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം പറയുന്നുണ്ട്. ഈ അറ്റൻഷൻ റെസിഡ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് 100% ഫോക്കസ്ഡ് ആയിട്ട് നമ്മളുടെ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് വിചാരിക്കാം. ഒരു ടാസ്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയാണ് പെട്ടെന്ന് നമുക്കൊരു ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ, ഒരു കോള് വന്നു, നമ്മൾ ഫോൺ എടുത്തു. എന്നിട്ട് പിന്നെ നമ്മൾ എന്തായാലും നമ്മൾ വേറെ എന്തെങ്കിലും വർക്കായിരിക്കും ചിലപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊബൈലിൽ. നമ്മുടെ കരിയറിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു വർക്ക് ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കോള് വന്നു അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു, നമ്മൾ അത് നോക്കി എന്നിട്ട് വീണ്ടും നമ്മളുടെ വർക്കിലേക്ക്, നമ്മുടെ ടാസ്കിലേക്ക് തിരിച്ചു വരുമ്പോൾ 20% മുതൽ 40% വരെ നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് കാൾ ന്യൂപോർട്ട് പറയുന്നത്. അതായത് നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു നോട്ടിഫിക്കേഷൻ വന്നു, നമ്മൾ അതൊക്കെ നോക്കിയൊക്കെ പോയി എന്നിട്ട് വീണ്ടും നമ്മുടെ വർക്കിലേക്ക് 100% ഫോക്കസോട് കൂടി ചെയ്തിരുന്ന ആ വർക്കിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ പിന്നെ അവിടെ ഒരു 20-40% ഫോക്കസ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ പിന്നീട് പോയ ആ ഒരു ഇതിലായിരിക്കും നമ്മുടെ ഫോക്കസ് അത്രയും ഉണ്ടാവുക. ആ ഒരു നഷ്ടപ്പെട്ട ഫോക്കസിനെയാണ് അറ്റൻഷൻ റെസിഡ്യൂ എന്ന് ഈ ഒരു ബുക്കില് ഓതർ പറയുന്നത്. അപ്പൊ ഇനി വരാനിരിക്കുന്ന ജനറേഷന് അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് 8 സെക്കൻഡിൽ താഴെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ, നമുക്ക് ഒരു 25 മിനിറ്റ് ഒക്കെ ഒരു ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാം. ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന സമയത്തായാലും ഒക്കെ പറയൂ അല്ലെ, അതിൽ കൂടുതൽ കുട്ടികൾക്ക് അറ്റൻഷൻ കിട്ടൂല എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പൊ ഇനി വരാനിരിക്കുന്ന ജനറേഷൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡിസ്ട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇതിലാണ്. അവരുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് 8 സെക്കൻഡിൽ താഴേക്ക്, അത്രയും സമയം അവർക്ക് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനായിട്ടുള്ള കഴിവ് മൊത്തത്തിൽ ഓവറോൾ നോക്കുമ്പോഴുണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളുടെ അറ്റൻഷന് ആണ് എന്താണ് നമ്മൾ സോഷ്യൽ മീഡിയയുടെ കൺസ്യൂമേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, നമ്മുടെ അറ്റൻഷൻ അവർക്ക് കൊടുത്തിട്ട്. ഓക്കെ, അപ്പോ ഇപ്പൊ നമ്മളൊരു ഇത് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന്റെ കാര്യം പറഞ്ഞ ഒരു കോഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വാട്സപ്പ് നോക്കാറുള്ളൂ. അപ്പൊ എന്താണ് നമ്മുടെ അയാൾ ചെയ്യുന്ന ഒരു കോഡിങ് അത്ര പെർഫെക്റ്റ് ആയിട്ട് വരില്ല അല്ലെ, മിസ്റ്റേക്കുകളൊക്കെ ഒരുപാട് വരും. അതുപോലെ തന്നെ ഒരു എഴുത്തുകാരന് ഭയങ്കരമായിട്ട് ചിന്തകള്, വാക്കുകള്, ഗവേഷണങ്ങളൊക്കെ വേണമല്ലേ. അപ്പൊ ഫുള്ളി ഫോക്കസ്ഡ് ആവുമ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമും സ്റ്റോറീസും മറ്റുള്ളവരുടെ സ്റ്റോറീസും അതൊക്കെ നോക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ അയാൾക്ക് ആ ഒരു മികച്ച രീതിയിൽ അയാളുടെ എഴുത്ത് പൂർത്തിയാക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്കായാലും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ നോക്കും അല്ലെ, കുട്ടികൾ നോക്കി അവരുടെ ആ ഒരു അറ്റൻഷൻ കുറയാണ്. എല്ലാ കഴിവുകളും ഉണ്ട് ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്ക്, പക്ഷേ ഒരു സോഷ്യൽ മീഡിയ വലിയ പ്രശ്നമാണ്. അപ്പൊ അവര് മൊബൈൽ ഇടയ്ക്കിടയ്ക്ക് നോക്കും, ഫ്രണ്ട്സിന്റെ സ്റ്റോറി നോക്കും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എന്താണ് അവരുടെ ആ ഒരു ഫോക്കസ് പിന്നീട് അതിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ ഒരു ഫോക്കസ് കുറയാണ്. ഇടയിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഫോക്കസ് നഷ്ടപ്പെടാണ്. അതുപോലെ തന്നെ ഒരു പുതിയൊരു സ്കില്ല് പഠിക്കുന്ന ആളായാലും ഫോക്കസ്ഡ് ആയിട്ട്, നമ്മളൊക്കെ ചിലപ്പോൾ ഒരു സ്കില്ല് പഠിക്കാനായിട്ട് ഒരുപാട് നാളുകൾ എടുക്കും അല്ലെ, പക്ഷെ അത് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ അതിൽ ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാണ്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഈസി ആയിട്ട് ആ ഒരു സ്കില്ല് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോ ഇത് ഒരു 20 അവർ റൂൾ എന്ന് പറഞ്ഞിട്ടൊരു റൂളുണ്ട്. ജെഫ് കോഫ്മാന്റെ ഒരു റൂളാണ് 20 അവർ റൂൾ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ അദ്ദേഹം പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു സ്കില്ല് പഠിക്കാനായിട്ട്, ഒരു പുതിയ സ്കില്ല് പഠിക്കാനായിട്ട് നമുക്ക് ഒരു 20 അവർ മതിയാവുന്നതാണ്. അതായത് 20 അവർ എന്ന് പറയുന്നത് 20 അവർ ആ ഒരു കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു സ്കില്ല് വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഏത് സ്കില്ലായിക്കോട്ടെ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ നമ്മൾ ഒരു സ്കില്ല് പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു കോഴ്സിൽ എന്തെങ്കിലും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറെ നാളെടുക്കുമല്ലേ, നമ്മളത് അത്രയും ഫോക്കസ്ഡ് ആയിട്ട് അതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആവുന്നില്ല. അതുകൊണ്ടാണ് അത്രയും ടൈം നമുക്ക് എടുക്കുന്നത്. അതാണ് ജെഫ് കോഫ്മാന്റെ 20 അവർ റൂള് പറയുന്നത്. അപ്പൊ ഇതാണ് ഡീപ്പ് വർക്കിനുള്ള തടസ്സങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് അപ്പൊ സോഷ്യൽ മീഡിയയാണ്. അപ്പൊ എങ്ങനെ നമുക്ക് ഈ ഡീപ്പ് വർക്ക് എങ്ങനെ നമുക്ക് ശീലാക്കാൻ നോക്കാം.
ഇതിൽ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പറയട്ടെ. കുറച്ച് പേര് ഡീപ്പ് വർക്ക് എന്താണ് ശീലമാക്കിയിട്ടുള്ള കുറച്ച് പേരുടെ എക്സാമ്പിൾസ് ഒക്കെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. മൈക്രോസോഫ്റ്റിന്റെ ഫൗണ്ടർ ബിൽ ഗേറ്റ്സ് വർഷത്തിൽ ഒരിക്കൽ ഒരു തിങ്ക് വീക്ക് എടുക്കുന്നതാണ് പറയുന്നത്. തിങ്ക് വീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷത്തില് ഒരാഴ്ച എന്താണ് അദ്ദേഹം എല്ലാ ഡിസ്ട്രാക്ഷൻസിൽ നിന്നും വിട്ട് നിന്നുകൊണ്ട് വേൾഡിൽ നിന്ന് മൊത്തം ഡിസ്കണക്റ്റഡ് ആയിട്ട് അദ്ദേഹത്തിന്റെ പുതിയ കാര്യങ്ങളെ കുറിച്ച്, പുതിയ ആശയങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. അതാണ് തിങ്ക് വീക്ക് എടുക്കുന്ന പറയുന്നത്. അപ്പൊ അതൊരു ഡീപ്പ് വർക്ക് ആണല്ലേ. അതുപോലെ നമ്മളുടെ വേൾഡിൽ ഒരു ഒത്തിരി നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ആൾക്കാര് എന്താണ് ഡീപ്പ് വർക്ക് എന്നുള്ളത് അവരുടെ ഒരു ശീലമാണ്. ഇപ്പൊ സ്റ്റീവ് ജോബ്സ്, അതുപോലെ തന്നെ കുറച്ച് ഒത്തിരി പേരുടെ പേര് ഇതിൽ പറയുന്നുണ്ട്. റഷ്യൻ സയന്റിസ്റ്റ് ആയിട്ടുള്ള ബോണിസ് പാസ്റ്റോണൽ, അദ്ദേഹം എന്താണ് ഒരു നോവൽ എഴുതി തീർത്തത് ഒരു ഡീപ്പ് വർക്ക് ചെയ്തിട്ടാണ്. അതുപോലെ ഒരു കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് ആയിട്ടുള്ള ഡോർ നോർമൻ, അദ്ദേഹം ഒരു കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ കരിയറിനായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ബുക്കുകളും കാര്യങ്ങളൊക്കെ അദ്ദേഹം എല്ലാ ഈവനിങ്ങിലും ഒരു ഫിക്സഡ് ടൈം എടുത്തിട്ട് അദ്ദേഹം അതിൽ വർക്ക് ചെയ്തിട്ടാണ് ദ ഡിസൈൻ ഓഫ് എവറിഡേ ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് അദ്ദേഹം എഴുതിയതെന്നാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ ഡീപ്പ് വർക്കിന് ചെയ്തവരുടെ ഒരു എക്സാമ്പിൾസ് ആണ് ഇതിൽ പറയുന്നത്. അപ്പോ ഈ ഡീപ്പ് വർക്ക് ശീലമാക്കാൻ വേണ്ടിയിട്ട് നമുക്കും നമ്മുടെ ലൈഫിൽ ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 4 തത്വങ്ങള് ഇതില് ഓതർ പറയുന്നുണ്ട്. സ്ക്രീൻ ഷെയർ ചെയ്യാം. കാണുന്നുണ്ടല്ലോ അല്ലെ? കാണുന്നുണ്ട്. അപ്പൊ ഇതില് നമ്മൾക്ക് ഈ ഡീപ്പ് വർക്ക് ശീലമാക്കാൻ വേണ്ടിയിട്ട് 4 തത്വങ്ങൾ ഓതർ പറയുന്നുണ്ട്. ഒന്നാമത്തെ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഗോ ഡീപ്പ് വർക്ക് ഹാബിറ്റ്. അതായത് ഇതിപ്പോ ഇതിൽ പറയുന്നത്. അതുപോലെ രണ്ടാമത്തത് എംപ്രൈസ് ബോർഡം, 3 ക്വിറ്റ് സോഷ്യൽ മീഡിയ, 4 ഡ്രെയിൻ ദ ഷാലോസ്. അപ്പൊ ഇത് വെറും നിയമങ്ങളല്ല, മറിച്ച് ഇത് നമ്മുടെ ജീവിത ശൈലിയിൽ തന്നെ വരുത്തേണ്ട മാറ്റങ്ങളാണെന്നാണ് ഓതർ ഇതിൽ പറയുന്നത്. അപ്പൊ ഇതിൽ ഫസ്റ്റ് വൺ വരുന്നത് ഗോ ഡീപ്പ് വർക്ക് ഹാബിറ്റ്. ഡീപ്പ് വർക്ക് ഒരു ശീലമാക്കാന്നുള്ളതാണ് നമ്മൾ. അപ്പൊ ഡീപ്പ് വർക്ക് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുന്നതല്ല. അതൊരു ശീലാണ്, അതൊരു ദിനചര്യയാണ്. അപ്പൊ കാൽ ന്യൂപോർട്ട് ഈ ഒരു ഡീപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 4 തരം സമീപനങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊണാസ്റ്റിക് ഫിലോസഫി, ബൈ മോഡൽ ഫിലോസഫി, റിത്തമിക് ഫിലോസഫി, ജേർണലിസ്റ്റിക് ഫിലോസഫി. ഈ ഒരു 4 സമീപനങ്ങളാണ് ഈ ഒരു ഡീപ്പ് വർക്കിന് വേണ്ടിയിട്ട് അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് മൊണാസ്റ്റിക് ഫിലോസഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്യാസി സമീപനം എന്നൊക്കെ പറയും. ഈ ഒരു സമീപനത്തില് ഒരു വ്യക്തി എല്ലാ ഡിസ്ട്രാക്ഷൻസും പൂർണ്ണമായിട്ട് ഒഴിവാക്കി അയാളുടെ ജോലിയിൽ ദിവസങ്ങളോളം അയാളുടെ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതാണ് മൊണാസ്റ്റിക് ഫിലോസഫി എന്ന് പറയുന്നത്. അതായത് എല്ലാ ഡിസ്ട്രാക്ഷൻസിനും പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് ആൾ ചെയ്യുന്ന ആ ഒരു ജോലിയിൽ ദിവസങ്ങളോളം ആ ജോലിയിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഷാലോ വർക്കുകൾ ഒന്നും ചെയ്യാതെ അതിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു രീതി. ഉദാഹരണത്തിന് ഒരു എഴുത്തുകാരന് ഇപ്പൊ ലോകത്തുനിന്ന് പൂർണ്ണമായിട്ട് വിട്ടെന്ന് ഒരൊറ്റപ്പെട്ട സ്ഥലത്ത് പോയിട്ട് അയാളുടെ എഴുത്തോ നോവലോ ഒക്കെ പൂർത്തിയാക്കുന്നു. അപ്പൊ അതുപോലെ ഒരു സംരംഭകന് ഒരു നിശ്ചിത കാലയളവിൽ പൂർണ്ണമായിട്ടും തന്റെ പ്രൊജക്റ്റിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അപ്പൊ ഈ മൊണാസ്റ്റിക് ഫിലോസഫി എന്ന് പറയുന്നത് എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ളതല്ല അല്ലെ. ഫുള്ളി നമ്മൾ അതിൽ ഇരിക്കാന്ന് പറയുന്നത് നമുക്ക് കുറച്ച് പഴയൊരു ബുദ്ധിമുട്ടുന്ന കാര്യമാണ്. അപ്പൊ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. അപ്പൊ അതാണ് മൊണാസ്റ്റിക് ഫിലോസഫി എന്ന് പറയുന്നത്. രണ്ടാമത്തെ പറയുന്നത് ബൈ മോഡൽ ഫിലോസഫിയാണ്. ഈ ഒരു സമീപനത്തിൽ ഒരാള് അയാളുടെ സമയത്തിന്റെ ഒരു ഭാഗം ഡീപ്പ് വർക്കിനും മറ്റൊരു ഭാഗം ഷാലോ വർക്കിനും വേണ്ടിയിട്ട് നീക്കിവെക്കുന്നു. ഉദാഹരണത്തിന് ഒരാള് ആഴ്ചയിൽ 3-4 ദിവസം ഡീപ്പ് വർക്ക് ചെയ്യും, ബാക്കിയുള്ള ദിവസമൊക്കെ ഷാലോ വർക്ക് ചെയ്യും. ഒരാഴ്ചയിൽ 3-4 ദിവസം ഡീപ്പ് വർക്ക് ചെയ്യുക, ബാക്കിയുള്ള ദിവസം ഷാലോ വർക്കുകൾക്കായിട്ട് നീക്കിവെക്കണം. ഇതിൽ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് പ്രശസ്ത ഒരു മനഃശാസ്ത്രജ്ഞനുണ്ട്, കാൾജൻ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ഈ ഒരു രീതിയാണ് ഉപയോഗിച്ചിരുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം തന്റെ സ്വിറ്റ്സർലാൻഡിലുള്ള ഒരു തടാകത്തിന്റെ കരയിലുള്ള വീട്ടിൽ പോയിട്ട് ദിവസങ്ങളോളം ആഴത്തിൽ ഓരോ കാര്യങ്ങൾ പഠിക്കാനായിട്ട്
ഡീപ്പ് വർക്ക് ചെയ്യായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ JK റോളിങ്ങിന്റെ ഹാരി പോട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബുക്ക് സീരീസ് എഴുതാൻ വേണ്ടിയിട്ട് അവര് ഒരു ഹോട്ടലിൽ വീട്ടിൽ നിന്നൊക്കെ എന്താണ് ഡിസ്കണക്റ്റഡ് ആയിട്ട് ഒരു ദൂരെ ഒരു ഹോട്ടലിൽ പോയിരുന്നിട്ട് എഴുതും. പിന്നെ ബാക്കിയുള്ള സമയം നോർമൽ ലൈഫ് വീട്ടിൽ. അപ്പൊ രണ്ടും കൂടെ ഒരുമിച്ച് ഡീപ്പ് വർക്കും ഷാലോ വർക്കും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകും. കുറച്ച് ദിവസം ഡീപ്പ് വർക്ക് എടുക്കും, പിന്നെ ഷാലോ വർക്കിന് വേണ്ടിയിട്ട്. അങ്ങനെയാണ്, അതാണ് ബൈ മോഡൽ ഫിലോസഫി എന്ന് പറയുന്നത്. ഇനി തേർഡ് വൺ പറയുന്നത് റിത്തമിക് ഫിലോസഫി എന്നാണ്, ലയന സമീപനം എന്നൊക്കെ പറയും. ഇതില് നമ്മൾ എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയം ഡീപ്പ് വർക്കിനായിട്ട് നീക്കി വെക്കും. അതായത് ഇത് നമ്മുടെ ഡീപ്പ് വർക്ക് ഡെയിലി ലൈഫിന്റെ ഒരു ഭാഗമാക്കുന്നു. ഉദാഹരണത്തിന് എല്ലാ ദിവസവും രാവിലെ നമ്മൾ 2 മണിക്കൂർ ഒരു പ്രത്യേക നമ്മുടെ കരിയറിനായിട്ട് ബന്ധപ്പെട്ട പഠിക്കേണ്ട ഒരു വിഷയത്തിൽ നമ്മൾ ഡീപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിശ്ചയിക്കണം. അല്ലെങ്കിൽ രാത്രി എല്ലാവരും കിടന്നതിന് ശേഷം ഒരു ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാണ്ട് 1 മണിക്കൂർ നമ്മൾ നമ്മളുടെ ഡീപ്പ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ നിശ്ചയിക്കണം. ഇതാണ് റിത്തമിക് ഫിലോസഫി എന്ന് പറയുന്നത്. എല്ലാ ദിവസവും നമ്മൾ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു പോരുന്നു എന്നുള്ളതാണ്. ഇത് നമ്മുടെ ബ്രെയിനിനെ ഡീപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും അത് തയ്യാറാക്കും. അപ്പോൾ ബാക്കിയുള്ള സമയത്ത് എന്ത് ചെയ്യാം, ആ ഒരു ഫിക്സഡ് ടൈമിൽ, ആ ഒരു സ്പെസിഫിക് ടൈമിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ടൈമിൽ ഡീപ്പ് വർക്ക് ചെയ്യാം. രാവിലെയോ വൈകിട്ടോ എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ്പ് വർക്ക് ചെയ്യാം. ബാക്കി സമയം ഷാലോ വർക്കുകൾ ചെയ്യാം. അപ്പോൾ ഒരു സ്പെസിഫിക് ടൈം ഡീപ്പ് വർക്കിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. നാലാമത്തെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ജേർണലിസ്റ്റിക് ഫിലോസഫി എന്നാണ്. പത്രപ്രവർത്തക സമീപനം എന്ന് പറയും. ഇതില് ഒരു വ്യക്തിക്ക് എപ്പോഴാണോ ഡീപ്പ് വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടുന്നത്, ഇപ്പൊ നമ്മുടെ ഡെയിലി ലൈഫിൽ എപ്പോഴാണോ ഡീപ്പ് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് അവസരം കിട്ടുന്നത് അപ്പൊ അത് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ദിവസം മുഴുവൻ ബിസി ആയിട്ടുള്ള ആളാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഡീപ്പ് വർക്ക് ചെയ്യാം. അതായത് നമ്മളുടെ ഇതിനനുസരിച്ച് നമുക്ക് ഡീപ്പ് വർക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പൊ നമ്മളുടെ ഓതറും ഈ ഒരു രീതിയാണ്, ഈ ഒരു നാലാമത്തെ ജേർണലിസ്റ്റിക് ഫിലോസഫി. അതായത് എപ്പോഴാണോ ഡീപ്പ് വർക്ക് ചെയ്യാനായിട്ട് ഒരു ദിവസം സമയം നമുക്ക് കിട്ടുന്നത് ആ ഒരു സമയത്ത് ഡീപ്പ് വർക്ക് ചെയ്യാന്നുള്ളൊരു രീതിയാണ് സ്വീകരിച്ച് പോന്നിരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിറ്റുവേഷന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പൊ ഇതാണ് 4 ഡീപ്പ് വർക്ക് ചെയ്യാനായിട്ടുള്ള 4 തരം സമീപനങ്ങൾ. ഇതാണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ മൊണാസ്റ്റിക്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ ദിവസം ഒരുപാട് നാള് ഈ ഷാലോ വർക്കുകൾ ഒന്നും തന്നെ അതിനെല്ലാം വിട്ട് നിന്നിട്ട് എന്താണോ നമ്മളുടെ ആ ഒരു ടാസ്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ബൈ മോഡൽ എന്ന് പറയുമ്പോൾ രണ്ടും കൂടെ ചെയ്യാം. റിത്തമിക് എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഒരു ഫിക്സഡ് ടൈം ഡീപ്പ് വർക്കിന് വേണ്ടിയിട്ട് നീക്കി വെക്കുക. ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഡീപ്പ് വർക്ക് ചെയ്യുന്നു. പിന്നെ നാലാമത്തെന്ന് പറയുന്നത് നമുക്ക് എപ്പോഴൊക്കെയാണോ സിറ്റുവേഷൻ, സാഹചര്യങ്ങൾ, ആ ഒരു സമയത്ത് നമ്മൾ ഡീപ്പ് വർക്ക് ചെയ്യുന്നു. ഇതാണ് 4 ഡീപ്പ് വർക്ക് ചെയ്യാനായിട്ടുള്ള സമീപനങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഓതർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതായത് ഡീപ്പ് വർക്ക് ശീലാക്കാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഡീപ്പ് വർക്കിനെ എങ്ങനെയൊക്കെ ഹാബിറ്റ് ആക്കാം എന്നുള്ള 4 രീതികൾ പറയും. ഇനി അടുത്തത് എംബ്രേസ് ബോർഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിരസതയെ സ്വീകരിക്കുക എന്നുള്ളത്. അതായത് നമ്മുടെ ബ്രെയിനിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ശ്രദ്ധക്കുറവിൽ നിന്ന് സ്വയം നമ്മൾ മുക്താക്കാനായിട്ട് പഠിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ മൊബൈൽ ഫോണ്, സോഷ്യൽ മീഡിയ ആപ്പുകള്, ഗെയിമുകള്, അതൊക്കെ നമ്മുടെ ബ്രെയിനിനെ ശരിക്കും പറഞ്ഞാൽ ബോറടിക്കാൻ സമ്മതിക്കണില്ല അല്ലെ. നമ്മൾക്ക് ഒരു ബോറടിയില്ല. നമ്മൾ എപ്പോഴൊക്കെ നമുക്ക് ബോറടിക്കണോ അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഫോൺ എടുക്കും, നോട്ടിഫിക്കേഷൻ, ഇൻസ്റ്റാഗ്രാം നോക്കും, മറ്റുള്ളവരുടെ സ്റ്റോറീസ്, സ്റ്റാറ്റസ് അതൊക്കെ നോക്കിയിരിക്കും അല്ലെ. അപ്പൊ നമ്മുടെ ഈ വക സാധനങ്ങളൊക്കെ നമ്മുടെ ബ്രെയിനിനെ ബോറടിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കൊരു ഇൻസ്റ്റന്റ് ഡോപ്പമിൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ചെറിയ ഇടവേളകളൊക്കെ കിട്ടുമ്പോ നമ്മൾ എന്ത് ചെയ്യും, മൊബൈൽ നോക്കും. എന്നിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ടൈം നമ്മൾ ചെലവാക്കും. ഈ ഒരു ശീലം ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ചുറ്റിലും നോക്കുക, കൂടുതൽ മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കുക. ഇത് നമ്മുടെ ഫോക്കസിനെ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു ആപ്പിൽ കയറാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇതിപ്പോ നോക്കുന്നത് കൊണ്ട് നമുക്ക് വല്ല പ്രയോജനം ഉണ്ടോ, അല്ലെങ്കിൽ ഇതിപ്പോ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണോ, നമുക്ക് ഇതുകൊണ്ട് വല്ല ഗുണം കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മളോട് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ഒരു ചെറിയ ക്വസ്റ്റ്യൻ നമ്മുടെ ബ്രെയിനിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പൊ ഈ ബോറടി, അതായത് വിരസതയെ സ്വീകരിക്കുന്നത് ഡീപ്പ് വർക്കിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ആണെന്നാണ് കോയ് ന്യൂപോർട്ട് പറയുന്നത്.
ഇനി മൂന്നാമത്തതെന്ന് പറയുന്നത് ക്വിറ്റ് സോഷ്യൽ മീഡിയ. ക്വിറ്റ് സോഷ്യൽ മീഡിയ എന്ന് ഉദ്ദേശിക്കുന്നത് ഓദർ പറയുന്നത് വെച്ചുകഴിഞ്ഞാൽ മുഴുവനായിട്ടും സോഷ്യൽ മീഡിയയെ ഉപേക്ഷിക്കാനല്ല ഉദ്ദേശിക്കുന്നത്, അതിനെ നിയന്ത്രിക്കാന്നുള്ളതാണ്. അല്ലെ, നമ്മളുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട കരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് എന്ത് ചെയ്യണം, സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളതാണ്. ബട്ട് നമ്മൾ അതിന്റെ അനാവശ്യമായിട്ട് അതിന്റെ കൺസ്യൂമർ, നമ്മൾക്കൊരു ആവശ്യമില്ലാണ്ട് നമ്മൾ അതിന്റെ കൺസ്യൂമർ ആവാതിരിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതായത് സോഷ്യൽ മീഡിയയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഫോക്കസിനെ സ്റ്റീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഡീപ്പ് വർക്കിന് ഒരു തടസ്സമാണ് അല്ലേ. അപ്പൊ ഇതിൽ അദ്ദേഹം ഒരു ഇത് സജസ്റ്റ് ചെയ്യുന്നുണ്ട്, 1 month നമ്മൾ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് കംപ്ലീറ്റ്ലി വിട്ടു നിന്നിട്ട്, നമുക്ക് വേറൊന്നും സോഷ്യൽ മീഡിയയിൽ കൂടെ വേറൊന്നും ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ എന്താണ് 1 month അതിൽ നിന്ന് നമ്മൾ വിട്ടു നിന്നിട്ട് നമുക്ക് ജീവിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കാനാണ് പറയുന്നത്. അപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കരിയറിനോ നമ്മുടെ ഡെവലപ്മെന്റിനോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ്, നമ്മൾ ക്ലാസ്സുകൾ കേൾക്കുന്നു, നമ്മൾക്ക് പുതിയ അറിവുകൾ കിട്ടാനും കാര്യങ്ങൾക്കൊക്കെയാണ് അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ടൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം. പക്ഷെ നമുക്ക് ഉപയോഗപ്രദമായിട്ടില്ലാത്ത കാര്യങ്ങൾ, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക, അത് മാക്സിമം കുറയ്ക്കാന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതായത് ഇപ്പൊ നമ്മൾ ഒരു ദിവസത്തിൽ ഒരു നിശ്ചിത സമയം നമ്മൾ സോഷ്യൽ മീഡിയക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഫോൺ നോക്കേണ്ട, കരിയറുമായി ബന്ധപ്പെട്ട ഫോൺ നോക്കേണ്ട ആവശ്യമില്ലാത്ത ആളുകളാണെങ്കിൽ ഒരു നിശ്ചിത സമയം സോഷ്യൽ മീഡിയക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാന്നുള്ളതാണ്. അതാണ് ക്വിറ്റ് സോഷ്യൽ മീഡിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നാലാമത്തെ പറയുന്നത് ഡ്രെയിൻ ദ ഷാലോസ്. അതായത് ഷാലോ വർക്കുകൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, നമ്മൾ ഈ സോഷ്യൽ മീഡിയ നോക്കുന്നത്, അതുപോലെ അധികം ശ്രദ്ധ വേണ്ടാത്ത എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ജോലികളാണ് ഷാലോ വർക്ക് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പൊ ഒരു എന്തെങ്കിലും റിപ്ലൈ കൊടുക്കുക, അല്ലെങ്കിൽ മീറ്റിംഗിൽ പങ്കെടുക്കുക, ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുക, ഇതൊക്കെ ഷാലോ വർക്കുകളാണ്, കുഞ്ഞു കുഞ്ഞു വർക്ക്. ഇതിന്റെയൊക്കെ എണ്ണം പരമാവധി നമ്മൾ കുറയ്ക്കാന്നുള്ളതാണ്. അതുപോലെ നോ പറയേണ്ടടുത്ത് അത് പറയാനായിട്ട് പഠിക്കുക. നമ്മളുടെ ഡീപ്പ് വർക്കിനെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു ഇത് വരികയാണെങ്കിൽ നോ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഷാലോ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുക. എന്നിട്ട് നമുക്ക് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾക്ക് അതിൽ ഇട്ടിട്ട് നമ്മൾ അങ്ങനെ അത് ചെയ്യാന്നുള്ളതാണ്. ഈ 4 തത്വങ്ങളും നമ്മൾ ആക്ഷനിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ്. ഇതാണ് ഡീപ്പ് വർക്കിന്റെ ആ ഒരു തത്വങ്ങൾ വരുന്നത്. എന്തൊക്കെയാണ് ഈ ഡീപ്പ് വർക്ക് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് നോക്കാം. ഡീപ്പ് വർക്ക് ചെയ്യണോണ്ട് നമുക്ക്, ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയായിരിക്കും, ഡീപ്പ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ മാത്രമല്ല സഹായിക്കുന്നത്, നമ്മുടെ സന്തോഷം വർദ്ധിപ്പിക്കാനും സഹായിക്കും. നമ്മൾ ഒരു കാര്യത്തിൽ പൂർണ്ണമായിട്ട് മുഴുകി അതിലൊരു സക്സസ് നമുക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ഇമ്പ്രൂവ് ആവും അല്ലെ. അതുപോലെ നമ്മുടെ കോൺഫിഡൻസ് ലെവല് ഭയങ്കര, അതാണ് ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പ്രൊഡക്ടിവിറ്റി കൂട്ടും, നമ്മുടെ ഹാപ്പിനെസ് ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥപൂർണമായിട്ടുള്ള ഒരു ജീവിതം, ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടാവാനായിട്ട് ഡീപ്പ് വർക്ക് ചെയ്യുന്നത് നമ്മളെ സഹായിക്കും. അതുപോലെ നമ്മുടെ അറിവ് വർദ്ധിക്കും അല്ലെ. നമ്മളിപ്പോ നമ്മൾ ശരിക്കും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡീപ്പ് വർക്ക് ആണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അറിവുകൾ നമ്മൾ എന്താണ് നേടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അത് നമ്മുടെ ഏരിയയിൽ നമ്മൾ എക്സ്പേർട്ട് ആവാനായിട്ട് നമ്മൾക്ക് സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി അതുവഴി നമുക്ക് മെച്ചപ്പെടുത്താനും നമ്മുടെ മെന്റൽ ഹെൽത്ത് മെച്ചപ്പെടുത്താനൊക്കെ ഡീപ്പ് വർക്ക് ചെയ്യുന്നത് നമ്മളെ സഹായിക്കും. അതില് പറയുന്നത് ഒരു മനുഷ്യർക്ക് ഏറ്റവും സന്തോഷം ലഭിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അവർ പൂർണ്ണമായിട്ട് ഒരു കാര്യത്തിൽ മുഴുകുമ്പോഴാണ് ഒരു മനുഷ്യന് ഏറ്റവും സന്തോഷം ലഭിക്കുന്നതെന്നാണ് ഓദർ പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ടൊക്കെയുള്ള ആക്ഷൻ പ്ലാന് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്.
ഒരു ഡീപ്പ് വർക്കിന്റെ ഒരു ഷെഡ്യൂൾ നമ്മൾ ഉണ്ടാക്കുക. നമ്മളൊരു ദിവസത്തിൽ 30 അല്ലെങ്കിൽ 1 അവർ 30 അരമണിക്കൂറോ ഒരു 1 അവറോ നമ്മൾ എനിക്ക് കൂടുതൽ അതാണ് കൂടുതൽ ഇതായിട്ട് തോന്നുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഡീപ്പ് വർക്കിന് വേണ്ടിയിട്ട് ഒരു സമയം മാറ്റി വെക്കുക. നമ്മുടെ കരിയറിനായിട്ട് ബന്ധപ്പെട്ട് പുതിയ സ്കില്ലുകൾ എന്തെങ്കിലും പഠിക്കാനായിട്ട് പുതിയ ആശയങ്ങൾ കൊണ്ടുവരാൻ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു ഡീപ്പ് വർക്ക് ചെയ്യാനായിട്ട് എല്ലാ ഡിസ്ട്രാക്ഷൻസിനും നമ്മൾ ഒഴിവായിട്ട് നമ്മളൊരു ടൈം കണ്ടെത്തുക എന്നുള്ളതാണ്. ഡിസ്ട്രാക്ഷൻസ് എല്ലാം ഒഴിവാക്കുക. മൊബൈൽ ഫോണൊക്കെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫ് ആക്കി വെക്കുക. അതുപോലെ ബോറടിക്കാൻ പഠിക്കുക. നേരത്തെ ഓദർ പറഞ്ഞ പോലെ ബോറടിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക എന്നുള്ളത്. ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ ബോറടിക്കുമ്പോഴാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ നോക്കുക. അതുപോലെ നമ്മുടെ ചുറ്റിലും ശ്രദ്ധിക്കുക. നമ്മുടെ ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചുറ്റിലും ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ടുള്ള ഒരുപാട് ഷാലോ വർക്കുകളൊക്കെ കുറയ്ക്കുക. നോ പറയാനായിട്ടൊക്കെ പഠിക്കുക. അങ്ങനെ നമ്മൾ ഇതിൽ ആക്ഷനിൽ കൊണ്ടുവരാന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഓദർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ്പ് വർക്ക് ഈസ് നോട്ട് ജസ്റ്റ് എ സ്കിൽ. ഡീപ്പ് വർക്ക് എന്ന് പറയുന്നത് സ്കില്ലല്ല, ഇറ്റ്സ് എ സൂപ്പർ പവർ ഇൻ ദ 21st സെഞ്ചുറി എന്നാണ് പറയുന്നത്. അതായത് ഡീപ്പ് വർക്ക് എന്ന് പറയുന്നത് ഒരു സ്കില്ല് മാത്രമല്ല, അതൊരു 21st സെഞ്ചുറിയിൽ സൂപ്പർ പവർ ആയിരിക്കും. കാരണം അങ്ങനെ ഒരു ഡിജിറ്റൽ റെവല്യൂഷൻ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പോൾ ഈ ഒരു ഡീപ്പ് വർക്ക് നമുക്ക് ഉണ്ടെങ്കിൽ അതൊരു ശീലമാക്കി കഴിഞ്ഞാൽ അത് നമ്മളെ വളരെ റയർ ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആക്കി മാറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ബുക്കിൽ ഇതിന്റെ മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത്. പറ്റുന്നവരൊക്കെ ഈ ഒരു ബുക്ക് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ ഈ ഓദർ എഴുതിയിട്ടുള്ള വേറൊരു ബുക്കുണ്ട്, ഡിജിറ്റൽ മിനിമാലിസം എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മൾ സോഷ്യൽ മീഡിയ ഡിജിറ്റൽ ഇത് ക്ലട്ടർ ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ആ ഒരു ബുക്കിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ആർക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. സജന മാം, പറഞ്ഞോളൂ മാം. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. ഷെഫീദ മാം ആണല്ലേ? അതെ, ഞാൻ ഗസ്റ്റ് ആണെന്ന്. അതല്ലേ, കൊറേ നാളായാലും കണ്ടിട്ട്. കുറെ നാളായി. എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ നിങ്ങളെയൊന്നും പോലെയല്ല, ആവശ്യത്തിൽ കൂടുതൽ മടിയുള്ളത് കൊണ്ട് ഞാൻ ഈ സമയത്ത് ഉറങ്ങാറാണ് പതിവ്. അപ്പൊ ഇന്ന് പിന്നെ മാമിന്റെ നേരത്തെ കണ്ടല്ലോ, പോസ്റ്റ് കണ്ടപ്പോ മാമിന്റെ ക്ലാസ് ആണെന്ന് പറഞ്ഞപ്പോ ഓക്കെ ജോയിൻ ചെയ്യാന്ന് വിചാരിച്ചു. അതിന് കാര്യം വൃത്തിയായില്ലാന്ന് പിന്നെ എങ്ങനെയാണത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രയും ഉപകാരപ്പെട്ടൊരു ക്ലാസ് ആയിരുന്നു. കാരണം ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളാ പറഞ്ഞത്. എനിക്കിപ്പോ ഓരോന്ന് ഓർത്തെടുത്ത് പറയാൻ പറ്റില്ല, പക്ഷെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നുള്ള പദമാണ് എന്നെ വല്ലാണ്ട് ക്യാച്ച് ചെയ്തൊരു പദം. ശരിക്കത് വളരെ ശരിയാണ് അല്ലെ. ശ്രദ്ധ മോഷ്ടിച്ചു കൊണ്ടുപോകുക തന്നെയാണ് ചെയ്യുന്നത് നമ്മുടെ ഈ ഡിജിറ്റൽ പിന്നെ വേൾഡിലെ. ശ്രദ്ധിച്ചിരിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു സൂപ്പർ പവർ തന്നെയാണ്. ഡീപ്പ് വർക്ക് ചെയ്യാന്നൊക്കെ പറയുന്നത് വലിയൊരു സ്കില്ലല്ല, ഒരു സൂപ്പർ പവർ അല്ലേ. ഈ ബുക്ക് എന്തായാലും വായിച്ചെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇത് വായിച്ചിട്ടില്ലെങ്കിൽ തന്നെ ഇതിന്റെ ഒരു അന്തസത്ത മുഴുവനായിട്ടും മാമിന് പറയാൻ സാധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. വായിച്ചിട്ടില്ലെങ്കിൽ പോലും അതിന്റെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ തിയറീസ് എല്ലാം എന്തായിരുന്നു, പിന്നെ പോയിന്റ്സ്, അതെ നമുക്കൊക്കെ ഡെയിലി ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻ ആയിരുന്നു. താങ്ക്സ് അലോട്ട്. മെയിൻ ആയിട്ട് നമ്മൾ ബോറടി സ്വീകരിക്കാന്നുള്ളതാണ്. പറയാൻ വിട്ടുപോയതാണ്, ബോറടി സ്വീകരിക്കാൻ. Actually, what to say, as always, fab, മാമിന്റെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഇൻസൈറ്റ്ഫുൾ സെഷൻ ഓൾവേസ്. അത്രയും നമ്മളൊക്കെ ഒരു ഡീപ്പ് വർക്ക് പ്ലസ് ഡീപ്പ് തോട്ടിലോട്ട് മാം എത്തിക്കും. മാമിന്റെ ക്ലാസ് ഭയങ്കര ഇൻസൈറ്റ്ഫുൾ. താങ്ക് യു സോ മച്ച് മാം, നല്ല ക്ലാസ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാട്ടാ. അപ്പോൾ നമ്മൾ പരമാവധി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സോഷ്യൽ മീഡിയയിലാണ് പരമാവധിയായിട്ട് ഡിസ്ട്രാക്ഷൻ ആയിട്ട് ഇതിൽ ഓദർ പറയുന്നത്. നമുക്ക് എന്താ ആലോചിച്ചാൽ അറിയാമല്ലേ, അതൊരു വലിയൊരു ഡിസ്ട്രാക്ഷൻ തന്നെയാണ് നമുക്ക്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് അനാവശ്യമായിട്ടുള്ള ആപ്പുകളൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യുക. നമ്മൾ ഒരുപാട് ആപ്പുകൾ ഉണ്ടാവും അല്ലെ, അപ്പൊ അതൊക്കെ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാറില്ല.
അപ്പൊ എന്നോട് പല ചോദിക്കും അപ്ഡേറ്റ് ആവണ്ടേ ഇൻസ്റ്റ, പക്ഷെ എനിക്ക് അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നണില്ല. ഫേസ്ബുക്ക് ഞാൻ നോക്കും, പണ്ടേ നോക്കാറുണ്ട്. പക്ഷെ ഇൻസ്റ്റാഗ്രാം ഞാൻ മനഃപൂർവ്വം വേണ്ടാന്ന് വെച്ചിട്ട് തന്നെയാണ്. പക്ഷെ അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടായിരിക്കും. പക്ഷെ എനിക്കത് കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. കാരണം എന്ന് വെച്ച് ഞാൻ അതും കൂടെ എടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കൺട്രോള് ചെയ്ത് കൊണ്ടുവന്നു. ഞാനും ആക്ച്വലി ഇൻസ്റ്റ ഫേസ്ബുക്ക് ഒന്നും അങ്ങനെ യൂസ്ഡ് അല്ല, പക്ഷെ വാട്സപ്പിൽ ഫുൾ ടൈം ഓൺലൈൻ ഉണ്ടാവാറുണ്ട്. ഇതുപോലെ സെയിം ചോദിക്കാറുണ്ട്, നീ റീൽസും എന്തിനാ നമ്മൾ വെറുതെ അതിൽ ഇൻവോൾവ് ആയിട്ട് കാര്യമില്ലല്ലോ, അങ്ങനെ അതെ, യൂസ് ഇപ്പൊ ആക്കാറില്ല. അതെ നമ്മളിപ്പോ ഒരു 2 ആഴ്ച മുമ്പ് ഒരു റീല് കണ്ടെന്നിരിക്കും, നമുക്ക് അപ്പൊ അവിടെ ഒരു ഇൻസ്റ്റന്റ് ഡോപ്പമിനാണ് അവിടെ റിലീസ് ആവുന്നത്. പക്ഷെ നമ്മൾക്ക് ഇപ്പൊ ഇന്ന് നോക്കുമ്പോ ആ ഒരു റീൽ എന്താ നമ്മൾ കണ്ടെന്ന് പോലും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല അല്ലെ? അത് അത്രയ്ക്കേ ഉള്ളൂ. അതെ. അപ്പൊ താങ്ക് യു മാം, നല്ല ക്ലാസ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാം ടൈം വേസ്റ്റ് ആക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്, അതിൽ കൂടുതലും കുറെ കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, റീൽസ് കാണാനും അതിനൊക്കെ ആയിട്ട് കുറെ നമ്മൾ അറിയാണ്ട് തന്നെ പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനും അത് യൂസ് ചെയ്യാറില്ല. അതായത് നമ്മള് ഈ സോഷ്യൽ മീഡിയ ആപ്പുകളൊക്കെ നമുക്ക് വേണ്ടതല്ലല്ലോ തരുന്നത്, അവർക്ക് വേണ്ടത് നമ്മളുടെ നമ്മളെ കൺസ്യൂമർ ആക്കണം അവര് ചെയ്യുന്നതല്ലേ. അതുപോലെ മാം ബോറടി സ്വീകരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പണ്ടൊക്കെ നമ്മൾ കുറെ സമയത്ത് ബോറടിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ക്രിയേറ്റീവ് ആയിട്ട് നമ്മളെ എഴുത്തും കുത്തും പരിപാടികളൊക്കെ നടക്കുമായിരുന്നു. കുറച്ചുകൂടെ ഒക്കെ ചിന്തിക്കാൻ സമയം കിട്ടുന്നുണ്ടേ. ഇപ്പൊ അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത പോലുള്ള ഒരു അവസ്ഥയാണ്. കാരണം നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്ക്രോളിങ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ബോറടിക്കാൻ സമ്മതിക്കുന്നില്ല. ബോറടിക്കുമ്പോഴേക്കും നമ്മൾ മൊബൈൽ ഫോൺ എടുക്കുക. അപ്പൊ ബോറടി സ്വീകരിക്കുക എന്ന് പറയുന്നത് ഇതേപോലെ ഈ ഒരു ഡിജിറ്റൽ വേൾഡിലെ അത് വലിയൊരു സ്കില്ലാണ്. അതെ, നമ്മളുടെ പഠിക്കുന്ന മക്കൾക്കൊക്കെ ഇത് ശരിക്കും അവരെ ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. കാരണം വെച്ചാൽ ഭയങ്കര ഒരു ടഫസ്റ്റ് എക്കണോമിയാണ് ഇനി വരാനിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതുപോലെ ഡീപ്പ് വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അറ്റൻഷൻ ഫോക്കസ് ഒക്കെ ഉള്ളവരായിരിക്കും ലൈഫില് ഫിനാൻഷ്യലി ആയിട്ടായാലും പേഴ്സണലി ആയിട്ടും സക്സസ്ഫുൾ ആവാൻ പോകുന്നത്. സജ്ന മാം പറഞ്ഞപ്പോഴാണ് ഞാൻ ആ ബോറടി മാറ്റാൻ പഠിക്കുക, ബോറടിക്കാൻ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് ഇതിന് മനസ്സിലായത്. അപ്പൊ എന്താ നമ്മള് കുട്ടികളല്ല, ഇപ്പൊ എന്തെങ്കിലും എക്സാം കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പറയുന്നത് എനിക്ക് ബോറടിക്കുന്നത്, ഞാനൊന്ന് ടാബ് എടുത്തോട്ടെ അല്ലെങ്കിൽ ഫോൺ എടുത്തോട്ടെ, അവരെപ്പോഴും ചോദിക്കുന്നതാണത്. അതെ, അവരാകെ ഇടന്നെ യൂസ് ചെയ്യാ. അതെ. അപ്പം അതില് എനിക്കിപ്പോ മനസ്സിലായത് ബോറടിക്കാൻ അവരെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇൻസ്റ്റോ ടാബോ സോഷ്യൽ മീഡിയക്കോ അതിന്റെ ബോറടിക്കാൻ നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ഭയങ്കര. അതെ, നമ്മൾ അവരെ വേറെ കളികളിലേക്കും ചുറ്റുപാടിലേക്ക് അല്ലെ, നമ്മൾ പണ്ടത്തെ കളികളൊക്കെ ഇപ്പൊ പോയല്ലോ. നമ്മുടെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന കളികളൊന്നും തന്നെ ഇല്ല. അതൊക്കെ എന്തോരം ഡോപ്പമിൻ ഭയങ്കരമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണല്ലേ, നമ്മൾ ഓരോ പുറത്തേക്കുള്ള കളികളും സംഭവങ്ങളൊക്കെ. താങ്ക് യു മാം, നല്ല ഇൻഫോർമേറ്റീവ് ആയ ക്ലാസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ ഇനി ആർക്കും ഒന്നും പറയാനില്ലെങ്കിൽ നമുക്കത് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ഇനി? എല്ലാവരും ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചിട്ട്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇൻസ്റ്റാഗ്രാം പറഞ്ഞോളൂ. ചെയ്യുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ദ അതേഴ്സ്. മാമിന്റെ കണ്ടന്റ് മീൻസ് മാമിന്റെ ആ ഒരു കാണുമ്പോഴന്നെ ഇന്നത്തെ പൈലറ്റ് ആരാ നോക്കുമ്പോൾ മാമാണ് ഇന്ന് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ഉണ്ടാവുമെന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും. അത്രയും റെയർ ആയിട്ടുള്ള. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ ഗ്രൂപ്പിൽ അറിയിക്കുക. താങ്ക് യു ഓൾ. താങ്ക് യു മാം.